പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. കർത്താവായ ദൈവം, സർവശക്തനായ യേശു ക്രിസ്തു അതിന് നമ്മെ ഒരു ദിവസം കൂടെ അനുവദിച്ചിനെ ഓർത്ത് സർവശക്തനായ യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, നമ്മൾ കഴിഞ്ഞ ദിവസം ജോയൽ പ്രായൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു വചനം കേൾക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കഴിഞ്ഞ ക്ലാസ്സായിരുന്നു നമ്മൾ കേട്ടത്. അതിപ്രകാരമായിരുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം ആയി നിൽക്കുന്നൊരു പ്രത്യേകത ഈ കാലഘട്ടത്തിലുണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആഹ്ലാദ തിമിർപ്പും നമ്മുടെ ദേവാലയങ്ങളിലെ സന്തോഷവും നമ്മുടെ ഭക്ഷണപാനീയങ്ങളും എല്ലാം ഇല്ലാതാകുന്നൊരു പശ്ചാത്തലം ഉടനുണ്ടെന്നും അതിന് കാലഘട്ടം അടുത്തെത്തിയെന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ നമ്മുടെ ആത്മാവിനെ ഒരിക്കൽ കൂടി ഒന്ന് ടെസ്റ്റിങ്ങിന്, അതായത് നമ്മുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തെ ഘടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു CT സ്കാന്, MRI സ്കാന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യ ശരീരത്തെ പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് ഒരു ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി നമ്മുടെ ശരീരത്തെ എവിടെയാണ് പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടിരിക്കുന്നതാണോ, സ്വസ്ഥമാണോ, നമ്മുടെ ശരീരം ആരോഗ്യപരമാണോ എന്ന് പരിശോധിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ ഒന്ന് പരിശോധിച്ച് വെക്കണം. നമ്മുടെ ആത്മാവിൻ്റെ നിജസ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി എന്ത്, അതിൻ്റെ ഒരു MRI സ്കാൻ എടുത്ത്, ആത്മാവിൻ്റെ ചിത്രമെടുത്ത്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കേണ്ട സാഹചര്യം എത്രയും പെട്ടെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, പലരും വിളിച്ച് ചോദിക്കുന്നത്, ഇപ്പോഴല്ലോ യേശുവിൻ്റെ വരവ് ഉടൻ തന്നെ ഉണ്ടോ, ഇനിയിപ്പോൾ ഉടനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, കാനഡയിൽ നിന്ന് വരുന്നുണ്ട്, ഞങ്ങൾ ധ്യാനം കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, എവിടെയാണ് ധ്യാനമുള്ളത്, നല്ല ധ്യാനം ഏതാണ്, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കും മനസ്സിലാവുന്നുണ്ട് ഒരു ധ്യാനത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു നല്ലൊരു കുമ്പസാരത്തിൻ്റെയും ഒരു വചന ശ്രവണത്തിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട് എന്നവർ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതാണ്: അവരുടെ ജോലി സ്ഥലത്ത് ചെന്നാൽ പ്രശ്നങ്ങൾ, വീട്ടിൽ വന്നാൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ പ്രശ്നങ്ങൾ, എല്ലാം കൊണ്ടും ആകെ പ്രശ്നങ്ങളാണ്. ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്നില്ല. പണം ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും സമാധാനം എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ ദൈവമേ, പരിശുദ്ധാത്മാവിനെ ആരാധിച്ച യേശുവേ, എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കൂടിയാണ് കർത്താവ് സംസാരിക്കുന്നത്. അത് ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തപ്പോൾ അതിനകത്ത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി എടുത്തു പറയേണ്ട സാഹചര്യം വന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇപ്രകാരമാണ്. കർത്താവ് എഴുതി വെച്ചിട്ട്, വേശ്യാവൃത്തിയുടെ അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിലൊരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു: മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് വചനം. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമ്മളിപ്പോൾ ചിന്തിക്കാൻ, നമ്മുടെ ആത്മാവിനെ ഒന്ന് MRI സ്കാൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം എന്ന് ഒരു വാക്ക് അതിനകത്തുണ്ട്. ഈ പൊൻചഷകം എന്താണ് എന്ന് നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരിയും നിഗൂഢ രഹസ്യങ്ങളും ഈ പശ്ചാത്തലത്തെയും കാലഘട്ടത്തെയും ഇപ്പോഴുള്ള ലോകത്തിൻ്റെ ഗതിയെയും ഇപ്പോഴുള്ള ഭൂമിയിൽ നടക്കുന്ന അസ്വസ്ഥതകളിലും ഒക്കെ കുറേ കാര്യങ്ങൾ അതിനകത്തുള്ളതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അപ്പോൾ പൊൻചഷകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചഷകം എന്ന വാക്ക് തന്നെ എന്താണ് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ചഷകം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഒരു 10-15 പഴവർഗ്ഗങ്ങൾ. നമുക്കറിയാം, ആപ്പിളുണ്ട്, കൈതച്ചക്കയുണ്ട്, തേനുണ്ട്, നമുക്കറിയാം മുന്തിരിഞ്ഞ തന്നെ 2-3 സൈസുണ്ട്, അനാറുകളുണ്ട്, അങ്ങനെ വിവിധ രീതിയിലുള്ള എന്തെല്ലാം പഴങ്ങൾ, മാംഗോസ്റ്റിൻ എന്ന് പറയുന്ന പഴമുണ്ട്, റംബുട്ടാൻ എന്ന് പറയുന്ന പഴമുണ്ട്, അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ പഴവർഗ്ഗങ്ങളെല്ലാം കൂടെ കൂട്ടി ഓരോ കിലോ വെച്ച് പഴവർഗ്ഗങ്ങൾ നമ്മളിങ്ങ് എടുക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു 4 പഴവർഗ്ഗങ്ങൾ എടുക്കാം. 1 കിലോ ആപ്പിള്, 1 കിലോ മുന്തിരി, 1 കിലോ പൈനാപ്പിൾ, 1 കിലോ തേൻ. അത് പഴവർഗ്ഗം അല്ലെങ്കിലും അത് ഏറ്റവും ശ്രേഷ്ഠമായ സാധനമാണ്. 4 സാധനങ്ങൾ നമ്മളെടുത്തു. ഈ 4 സാധനങ്ങൾ നമ്മളെടുത്ത് മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചു.
അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ നല്ല ടേസ്റ്റ്, എത്ര രുചികരമായൊരു ഒരു ചഷകം അല്ലെങ്കിൽ ഒരു പഴച്ചാർ എന്നാണ് എൻ്റെ മലയാള വാക്ക്. അതെല്ലാം കൂടെ കൂടിയൊരു ഈ പല പഴവർഗ്ഗങ്ങളുടെ എല്ലാം കൂടെ കൂടിയൊരു ചാറിനെയാണ് പഴച്ചാർ എന്ന് പറയുന്നത്. അതിനെയാണ് ചഷകം എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ഒരു ചഷകം, ഒരു പൊൻ പാത്രത്തിൽ, സ്വർണത്തിൻ്റെ പാത്രത്തിലാണ് ഈ ചഷകം കൊണ്ട് തരുന്നത്, ഈ പഴച്ചാർ കൊണ്ട് തരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ സ്വർണത്തിൻ്റെ പാനപാത്രം പോലെയുണ്ട്. അതിനകത്ത് തേനുള്ള 4 പഴങ്ങളുടെ, പ്രധാനപ്പെട്ട പഴങ്ങളുടെ ചാറാണുള്ളത്. അത് ജ്യൂസ് എന്നൊക്കെ പറയാം. ജ്യൂസ്, ഇംഗ്ലീഷിൽ പറയാം ജ്യൂസ് എന്ന് പറയാം, മലയാളത്തിൽ പഴച്ചാർ എന്ന് പറയാം, ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചഷകം എന്ന് പറയാം. ഇപ്പോൾ ഈ ചഷകം 4 എണ്ണം കൂടി ചേർന്ന്, ഒന്ന് മുന്തിരി, പൈനാപ്പിൾ, ആപ്പിൾ, തേൻ. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ടേസ്റ്റ്, നല്ല രസമാണ് കഴിക്കാൻ, ഇത്ര സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ധാരാളമായിട്ട് മേടിച്ച് കുടിച്ചു. എല്ലാ ജനങ്ങളും കുടിച്ചു. അത് ഇതിങ്ങനെ എല്ലാ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. എവിടെ ചെന്നാലും ഈ പ്രത്യേക രീതിയിലുള്ള ജ്യൂസ് മനുഷ്യന് കിട്ടും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഈ 4 സൈസ് തേനടക്കമുള്ള ഈ ജ്യൂസ് കിട്ടും. അത് കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര രുചിയാണ്. അത് കുടിച്ചാൽ ദാഹം മാറും, ശരീരത്തിന് ഉന്മേഷം കിട്ടും, സന്തോഷമാണ്, വളരെ നല്ല ലോകപ്രസിദ്ധമാണ് ഈ പൊൻചഷകം, ഈ പഴച്ചാർ. അങ്ങനെ എല്ലാവരും അത് കുടിക്കുന്നു, എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, എല്ലാവരും അത് കഴിക്കുന്നു എന്ന് ലോകം കണ്ടു. ലോകവും ലോകത്തിൻ്റെ ആത്മാവും കണ്ടു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആത്മാവ് അതിനകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് പൊൻചഷകം തന്നെയാണെങ്കിലും അത് കുറച്ചുകൂടെ ചേരുവ ചേർക്കുന്നുണ്ട്. കുറച്ച് റംബുട്ടാനും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതും എല്ലാം കൂടി ചേരുവയായിട്ട് ചേർക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞിട്ട് അവരെന്ത് ചോദിച്ചാൽ, ഈ ആദ്യത്തെ ജ്യൂസിൻ്റെ സാധനം തന്നെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ചേരുവ കൂടെ കൂടുതലായിട്ട് ചേർത്തു, 3 പഴം കൂടെ. അത് പഴമല്ല, ഒരു സാധനം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിങ്ങനെയാണ്. വീണ്ടും 1 കിലോ ആപ്പിൾ, 1 കിലോ മുന്തിരി, 1 കിലോ പൈനാപ്പിൾ, 1 കിലോ തേനും എടുത്തു. അതിൻ്റെ കൂടെ 1/2 കിലോ കോഴിക്കാഷ്ടവും, 1/2 കിലോ ചാണകവും, 1/2 ലിറ്റർ പന്നിമൂത്രവും കൂടെ ചേർത്തു. അത് ചേർത്തൊന്നും ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ കണ്ടിട്ടുള്ള ചേർത്തു. അത് മിക്സാക്കി നല്ലപോലെ ജ്യൂസ് അടിച്ചപ്പോൾ ആദ്യത്തെ ജ്യൂസ് ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്, ചെറിയൊരു കളർ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് കണ്ട കുറേ ആൾക്കാർ പറഞ്ഞു, ഇത് വളരെ മാലിന്യം നിറഞ്ഞ സാധനങ്ങളാണ് നിങ്ങൾ ചേർത്തിരിക്കുന്നത്, അത് ഒരിക്കലും കഴിക്കാൻ പാടില്ല. കോഴിക്കാഷ്ടമുണ്ട്, അതിനകത്ത് പന്നിയുടെ മൂത്രമുണ്ട്, ചാണകമുണ്ട്, വളരെ മാലിന്യമാണ്, ഇതെങ്ങനെ കുടിക്കാൻ കഴിയുക? അപ്പോൾ പറഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടല്ലേ കുടിക്കാത്തത്, കാണാൻ കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് കുടിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടവർ കുടിച്ചില്ല. ഇത് മിക്സിയിലിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ കുറേ പേര് കുടിക്കാതെ മാറിയിരുന്നു. എന്നാൽ കാണാത്തവരല്ലേ ഇത് ആദ്യത്തെ നല്ല ജ്യൂസാണ് ചോദിച്ച് കുടിക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ കുടിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ വയറിളക്കം, ഭയങ്കര തലവേദന, വയറ്റിൽ വല്ലാത്ത അസ്വസ്ഥതകൾ, ഛർദ്ദിക്കുക, ഒക്കാനം വരിക, കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥ, വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം ഇതിൻ്റെ മാലിന്യം ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അസ്വസ്ഥ മനുഷ്യർ വരാൻ തുടങ്ങുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥത വരുന്നത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോഴും എന്താ പ്രശ്നം വെച്ചാൽ, ഇതിൻ്റെ രുചി ഭയങ്കരമായ രുചിയാണ്. കാരണം ഇതിനകത്ത് കുറേ പഴം കൂടെ ചേർത്തിട്ടുണ്ട്, വേറെ ഡ്രാഗൺ ഫ്രൂട്ടും മാങ്കോസ്റ്റിനും റംബൂട്ടാനും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വിദേശ പഴങ്ങളാണ്. അപ്പോൾ അവർ ആദ്യത്തെ 4 ചേരുവയുടെ കൂടെ 3 പഴങ്ങളും പിന്നെ ഈ 4, 3, 7, 3, 10 ഇനം ചേർന്ന മനോഹരമായ നല്ല ജ്യൂസ് പൊൻപാത്രത്തിൽ നമുക്ക് കൂടെ തരുവാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ജ്യൂസിനകത്ത് മാലിന്യം അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടവർക്കും കുടിച്ചവർക്കും ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്നത് പോലെയാണ് ഇന്ന് മനുഷ്യൻ്റെ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളുടെ ആത്മാവിൻ്റെ അവസ്ഥ. നല്ല പഴച്ചാറിനോട് ചേർന്ന് അശുദ്ധമായത് കൂട്ടി മിക്സ് ചെയ്ത് ഒറ്റ പഴച്ചാറായിട്ട് വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മാവ് ഇങ്ങനെ മാലിന്യം നിറഞ്ഞ ആത്മാവ് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസകരമായ സംഭവം. ഇതിനകത്ത് നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ ജ്യൂസിനകത്ത് വീണിരിക്കുന്ന മാലിന്യം ആദ്യത്തെ ജ്യൂസ് പോലെ തന്നെ ഇരിക്കും. രുചികരമാണ്, അതിരുചികരമാണ്, പ്രത്യേക രുചി ചേരുവ വേറെയുമുണ്ട്. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ മാലിന്യാവസ്ഥ ഈ രണ്ടാമത്തെ ജ്യൂസ് പോലെയാണ്. എന്തെല്ലാം മാലിന്യങ്ങളാണോ ഇതിനകത്തുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ രോഗാവസ്ഥ വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ജ്യൂസ് പതിവായിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്ന് സ്കാൻ ചെയ്ത് അതിങ്ങനെ ബ്ലഡ് കുത്തിയെടുത്തിട്ട് അതിനകത്ത് മരുന്ന് ചേർത്ത് ഷുഗർ ഉണ്ടോ ക്യാൻസർ ഉണ്ടോ എന്ന് പഠിക്കുന്ന പോലെ ഈ ആത്മാവിനെ ഈ സ്കാനർ മെഷീനിൽ പരിശുദ്ധാത്മാവിൻ്റെ കമ്പ്യൂട്ടറെ കയറ്റി വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിനകത്ത് മാലിന്യങ്ങൾ കാണുന്നത്.
അപ്പോൾ അവർ ഇതിനകത്ത് ഇത് ഓരോ ഘടകങ്ങൾ വേർതിരിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ സ്കാനർ മെഷീനെ വെച്ച് നോക്കുമ്പോൾ പറയുകയാണ് ഇതിനകത്തെന്തോ മാലിന്യം കയറിയിട്ടുണ്ടല്ലോ. 3 സൈസ് മാലിന്യം ഈ ആത്മാവിൻ്റെ ഫോട്ടോസ്റ്റാറ്റിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഹൃദയഭാഗത്ത് കുറേ മാലിന്യം കാണുന്നുണ്ട്, അതിൻ്റെ തലച്ചോറിൻ്റെ ഭാഗത്ത് കുറേ മാലിന്യം കാണുന്നുണ്ട്, അതിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗത്ത് കുറേ മാലിന്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യം കയറിയത് കൊണ്ടാണ് ഈ ആത്മാവിന് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മാവിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെട്ടത്, ഭക്ഷണം നഷ്ടപ്പെട്ടത്, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തത്, ഭാര്യയെ കാണുമ്പോൾ തല്ലണമെന്ന് തോന്നുന്നത്, ഭാര്യയോട് പോയി ചാകാൻ പറയുന്നത്, അല്ലെ മക്കളോട് പോയി ഇതിൻ്റെ പണി നോക്കാൻ പറയുന്നത്, സഭ എനിക്ക് വേണ്ട, എനിക്ക് കൂതാശുള്ള വലിയ താല്പര്യമില്ല, യേശുക്രിസ്തുവിൻ്റെ വചനമൊന്നും എനിക്ക് വേണ്ട, അതിനോടൊന്നും താല്പര്യമില്ല, കാരണം എനിക്ക് പൊഞ്ചക്ഷകം വേറെയുണ്ട്, നമ്മുടെ ഇഷ്ടംപോലെ പഴച്ചാറുള്ള ചാറുകൾ ഇനി ഇഷ്ടംപോലെ കുടിക്കാനുണ്ട്, അത് ഇഷ്ടംപോലെ തിന്നാനുണ്ട്, അതിൻ്റെ രുചി ഭയങ്കരവുമാണ്, ഭയങ്കര അസുഖത്തെയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ് ഇവിടെ ഈ കർത്താവ് പറയുകയാണ് വേറെ പറയുന്നത്, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആരുടെ രക്തവും ആരുടെ മാലിന്യവുമാണ് ഇതിൻ്റെ പ്രശ്നം? ക്രിസ്ത്യാനി കത്തോലിക്ക സഭ, ആഗോള തിരുസഭ, ഭാരതസഭ, കേരള സഭ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവിധ 150 കോടിയോ 200 കോടിയോ കത്തോലിക്കരുണ്ടെങ്കിൽ എല്ലാ കത്തോലിക്കരുടെയും ആത്മാവ് ഇപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു കാലഘട്ടം മുതലാണ് ഈ മാലിന്യം കയറിയത്. ഒരു നിശ്ചിത കാലഘട്ടത്തിൻ്റെ സമയമുണ്ടായിരുന്നു, ആ സമയം മുതലാണ് ഈ മാലിന്യം കയറിയത്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബഹിരാകാശത്തേക്കൊക്കെ ഓരോ സാധനങ്ങൾ പോവുക, കയറ്റി വിടുക, അപ്പോൾ അതിൽ നിന്നൊക്കെ ധാരാളം പരിപാടികൾ കാണാം. അപ്പോൾ അതിനകത്ത് കയറി വന്ന മാലിന്യങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിയും. നമുക്ക് സഭയിലോ ക്രിസ്ത്യാനികൾക്കോ ആസ്വദിക്കാൻ പറ്റിയ സംഭവമല്ലത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായിരിക്കുന്നു കണ്ടു. എവിടെയാണ് ഈ രക്തം കുടിച്ചത്? എവിടെയാണ്? അതായത് വന്ധ്യീകരണ ശസ്ത്രക്രിയ ചെയ്തു, കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തി, ഒരു കുഞ്ഞുങ്ങൾ മാത്രമുണ്ടായി, ചിലപ്പോൾ ഒരു കുഞ്ഞുങ്ങളും ഇല്ലാതെ ഭാര്യയും ഭർത്താവും ദൂരെ കൂടെ, അങ്ങനെ എല്ലാവിധ രീതിയിലുമുള്ള മാലിന്യങ്ങൾ കയറിക്കൂടിയ ഒരു ആത്മാവിൻ്റെ ഉടമസ്ഥാവകാശമുള്ളവനാണ് ഞാൻ. എൻ്റെ ആത്മാവിൽ ഇതുപോലെ ഇഷ്ടം പോലെ മാലിന്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പൊൻചഷകത്തിന് വേറെ പഴച്ചാറുമുണ്ട്, ആപ്പിളിൻ്റേതുണ്ട്, തേനിൻ്റെ ഉണ്ട്. അപ്പോൾ അത് തേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവചനം. ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ് കുർബാന. പിന്നെ മുന്തിരി എന്ന് പറഞ്ഞാൽ എന്താണ്? വീഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ വിവാഹമുണ്ട്, വിവാഹമുണ്ട്, കൂതാശകളുണ്ട്, കുർബാനയുണ്ട്, ധ്യാനമുണ്ട്, കുമ്പസാരമുണ്ട്, തിരുപ്പട്ടമുണ്ട്, ഇന്നത്തെ തിരുപ്പട്ടമുണ്ട്, ആദ്യകുർബാനയുണ്ട്, എല്ലാം ഉണ്ട്. 7 കൂതാശകളും അതിൻ്റെ എല്ലാ സംഭവങ്ങളും അതിമനോഹരമായ ജ്യൂസ് പോലെ ഉണ്ട് കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ കോഴിക്കാഷ്ടം കലയ്ക്കുന്നതുകൊണ്ട്, ചാണകമുണ്ട്, പന്നിമൂത്രമുണ്ട്. ഇത്രയും മാലിന്യം നിറഞ്ഞ ഒരു ജ്യൂസ്, രണ്ടാമത്തെ ജ്യൂസ്, അത് കഴിക്കുന്ന പോലെയാണ് അത് ആ സാധനം മിക്സായി ഒന്നായിട്ടിരിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആത്മാവെന്ന് പറയുന്നത് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചഷകം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് വളരെ മോശമായ രീതിയിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കാര്യമുള്ളതെന്ന് പറയുമ്പോൾ അത് എന്തിനു പറയാൻ വേണ്ടി, ഇന്നലെ ഞാൻ പറഞ്ഞ ജോയൽ പ്രാൻ്റെ പുസ്തകത്തിലെ വചനമായിരുന്നു നമ്മുടെ അടുത്ത്, പുരോഹിതന്മാരെ കർത്താവ് ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നീക്കം ചെയ്യപ്പെട്ടിരുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷ പുരോഹിതന്മാർ വിലപിക്കുന്നു, വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി വിലപിക്കുന്നു, ധാന്യം നശിച്ചു, വീഞ്ഞില്ലാതായി, എണ്ണ പറ്റിപ്പോയി, നിലമുഴുന്നവരെ പരിഭ്രമിക്കുവിൻ, മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുവിൻ, ഗോതമ്പിനെയും ബാർലിയും ചൊല്ലിത്തന്നെ, കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും വാടിപ്പോകുന്നു, മാതളം ഈന്തപ്പഴയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു, മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറിഞ്ഞു. മനുഷ്യ മക്കളിൽ നിന്ന് ഞാനിപ്പോൾ പ്രിയപ്പെട്ട ഇന്ന് ചെമ്പേരി, കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന ബസിലിക്ക പള്ളിയുടെ അവിടെ ഡൊമിനിക്ക വളാലച്ചൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ പോയി ഞാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കി പഠിച്ചു. അവിടെ നോക്കുമ്പോൾ ധാരാളം ആളുകളിരുന്ന് വചനം കേൾക്കുന്നുണ്ട്, ദൈവവചനം എല്ലാവരും കേൾക്കുന്നുണ്ട്. നല്ല മനോഹരമായ ദൈവവചനം ബഹുമാനപ്പെട്ട വളവലാലച്ചൻ നല്ലപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. ജനത്തിന് മനസ്സിലാവാനാണെങ്കിൽ മനസ്സിലാവും, അത് ഗ്രഹിക്കാനാണെങ്കിൽ ഗ്രഹിക്കാം, അവിടുന്ന് രക്ഷ പ്രാപിക്കാനാണെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ളൊരു അവസരവും അവിടെയുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ കേട്ടേച്ച് വന്ന് അവിടുന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ രണ്ടാമത്തെ ജ്യൂസ് പോലത്തെ ജ്യൂസിൻ്റെ ആത്മാവിന് ഉടമസ്ഥന് അവകാശമായിട്ട് മാറും നമ്മൾ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നല്ല ദൈവവചനമുണ്ട്, നല്ല കുമ്പസാരമുണ്ട്, നല്ല ധ്യാനമുണ്ട്, നല്ല കുർബാനയുണ്ട്, നല്ല ദൈവവചന ആരാധനയുണ്ട്, കൺവെൻഷനുകളുണ്ട്, ഏകദിന പ്രോഗ്രാമുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ സ്വകാര്യ ജീവിതം വന്നു കഴിയുമ്പോൾ, ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി കഥ കടച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും?
ഈ 3 മാലിന്യം കൂടെ ചേർത്ത ജ്യൂസ് പോലെ ഈ ലോകത്ത് കാണുന്ന എല്ലാ ചപ്പും ചവറിനെയും എടുത്ത് കണ്ണുകൊണ്ട് കാണും, കാതുകൊണ്ട് കേൾക്കും, മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, ഹൃദയം കൊണ്ട് അത് കൊതിക്കും. അത് കാണാൻ പറ്റുന്നിടത്തോളം കാണും, കേൾക്കാൻ പറ്റുന്നിടത്തോളം കേൾക്കും. അതിനുവേണ്ടി പൈസ എത്ര വേണമെങ്കിലും മുടക്കും, അതിന് ഗൂഗിൾ പേ ചെയ്യും, അതിന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അതെല്ലാം ഉപയോഗിച്ച് ഞാൻ സകല മാലിന്യം ഞാൻ കാണും. അതെൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എല്ലാ കൂതാശികളും നന്മയുണ്ട്, അതിനകത്ത് എല്ലാ അശുദ്ധിയും മ്ലേച്ഛതയുമുണ്ട്. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി ഇത് കർത്താവ് പറയുന്നത്, മനുഷ്യ മക്കളിൽ നിന്ന് ആഹ്ലാദം പോയി മറഞ്ഞിരിക്കുന്നു. അതാണ് വധിക്കുന്നത്. കർത്താവ് വ്യക്തമായിരിക്കുന്നു, ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറഞ്ഞു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം. എന്തുകൊണ്ടാണ് ഇന്ന് വിളിച്ചു കുറേ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വിളിക്കുന്നു, കേരളത്തിൽ നിന്ന് വിളിക്കുന്നു, ധാരാളം ആൾക്കാർ. എല്ലാവർക്കും സമാധാനം നഷ്ടപ്പെട്ടു. ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട ഇടവകൾ, ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട വൈദികർ, ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ, സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ട മക്കൾ, സന്തോഷവും സമാധാനവും സ്നേഹവും നഷ്ടപ്പെട്ട രൂപതകൾ, സന്തോഷവും സമാധാനവും വിശ്വാസവും വിശുദ്ധി ജ്ഞാനവും നഷ്ടപ്പെട്ട കേരള സഭ, അല്ലെ കേരള സഭയിലെ മറ്റു വൈദികർ, ശുശ്രൂഷകർ, കുടുംബങ്ങൾ, ദമ്പതികൾ, യുവാക്കന്മാർ, യുവതികൾ, വിവാഹം കഴിക്കാൻ കുഞ്ഞുങ്ങളില്ലാത്തതിന് പറ്റി യുവാക്കന്മാരെ നഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ പണവും സമ്പത്തും കാറും ലോറിയും വണ്ടിയും 10 ഏക്കർ റബ്ബർ തോട്ടവും ഉണ്ട്. പക്ഷേ വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല. സമ്പത്തുണ്ടായിട്ടും കുടുംബജീവിതം കിട്ടുന്നില്ല. കുടുംബജീവിതമുള്ളവർ ഡൈവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധി കേസുകൾ, അങ്ങനത്തെ കേസുകൾ കുറേ അവിടെ ഇവിടെയൊക്കെ കാണുന്നു. കോടതി കയറി ഇറങ്ങുന്നു. ചിലർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഡൈവോഴ്സ് കൊടുത്തിരിക്കുകയാണ് പുത്രൻ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കരുത്, ധ്യാനത്തിന് വാ എന്ന് പറയുന്നു. അത് എന്നിട്ടും ശരിയാവുന്നില്ല. ഡൈവോഴ്സ് കിട്ടി വേർതിരിഞ്ഞ് മാറി കഴിയുന്നവർ, ഡൈവോഴ്സ് കൊടുക്കാൻ വേണ്ടി ഇപ്പം പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരു ഭവനത്തിൽ തന്നെ മുകളിലത്തെ നിലയും താഴത്തെ നിലയിലും ഭാര്യാഭർത്താക്കന്മാർ കഴിയുന്നവർ, മക്കൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മാസങ്ങളും വർഷങ്ങളും ആയവർ, വിദേശത്ത് പോയിട്ട് അവിടെ സെറ്റിലായിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് മാതാപിതാക്കന്മാർ നോക്കാത്തവർ, സാമ്പത്തിക ക്ലേശം ഒരുപാട് കടബാധ്യതയുള്ളവർ, ഭവനം പണിയാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്തവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർ, എന്നും വേണ്ട കടബാധ്യത കൊണ്ട് പൊറുതി മുട്ടിയവർ, 10 ലക്ഷം 5 ലക്ഷം രൂപ പലിശ ഇനവും അതിൻ്റെ കൂട്ടുപലിശ കൊണ്ട് കൂട്ടിയിട്ടാണ് വരുന്നത്. അതിന് മുതൽ 12 ലക്ഷം 17 ലക്ഷം രൂപ, ഒരു വിധത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലാത്ത അവസ്ഥകൾ. അവിടെയൊക്കെ ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട കർത്താവാണ്. മനുഷ്യ മക്കളിൽ നിന്ന് ഹൃദയ സമാധാനം, ഹൃദയ സന്തോഷം, ഹൃദയത്തിൻ്റെ ആനന്ദം പോയി മറിഞ്ഞെന്നാണ് അവതരിക്കുന്നത്. അതിനർത്ഥം എന്താ? എന്നേക്കുമായിട്ട് തീർന്നു. അപ്പം നമ്മുടെ കേരള സഭയിൽ നമുക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ. പിന്നെയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈശോ പറയുന്നത് സമാധാനം പറഞ്ഞാൽ ഞാനാണ് യേശുവാണ് നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ യേശു ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾ സന്തോഷം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ ആദ്യം അന്വേഷിക്കണം, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പക്ഷേ നമുക്ക് ദൈവരാജ്യവും വേണ്ട, ദൈവനീതിയും വേണ്ട, പരിശുദ്ധാത്മ സന്തോഷം വേണ്ട. നമുക്ക് IELTS ഒന്ന് പാസ്സായാൽ മതി, ജർമ്മൻ ഭാഷ ഒന്ന് പഠിച്ച് പാസ്സായാൽ മതി, 18 ലക്ഷം 20 ലക്ഷം കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഇസ്രായേൽ, അല്ല ജർമ്മനി, അല്ല ഫ്രാൻസ്, ഇല്ല കാനഡ, USA. സമാധാനവും സന്തോഷവും വന്നു കഴിഞ്ഞു. പക്ഷേ അവിടെ സമാധാനം സന്തോഷം കൊണ്ട് ചെന്ന് 1.5 ലക്ഷം 2 ലക്ഷം ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ട്രംപ് കൂട്ടത്തോടെ കയറ്റി വിടുന്നു, അല്ലെങ്കിൽ ജോലിക്ക് തടസ്സം വരുന്നു, ശമ്പളം വിചാരിച്ച പോലെ കിട്ടുന്നില്ല, അവിടെ സെറ്റിലാകാൻ പറ്റുന്ന 100 പ്രശ്നങ്ങൾ. അപ്പോൾ കർത്താവ് പറയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് സമാധാനം പോയി, മനുഷ്യ മക്കളിൽ നിന്ന്, നമ്മൾ ശ്രദ്ധിക്കണം, മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറിഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവ്? ഞാൻ ചോദിക്കട്ടെ, ഇത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് എഴുതി വെച്ച വചനമാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകമാണ് ഈ വചനം കിടക്കുന്നത്. അത് എഴുതി വെച്ചിട്ട് ഒരു 3-3.5 യുഗം, ഒരു 3000 വർഷമെങ്കിലും മുമ്പ് എഴുതി വെച്ചതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹൃദയ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹൃദയത്തിൽ മുഴുവനും സംഘർഷാവസ്ഥയാണ്. വിവാഹം കഴിച്ചാൽ സംഘർഷം, വിവാഹം കഴിച്ചില്ലെങ്കിൽ സംഘർഷം, അച്ഛനായാൽ സംഘർഷം, അച്ഛനായില്ലെങ്കിലും സംഘർഷം, ഇടവക ഭരിച്ചാലും പ്രശ്നം, ഭരിച്ചില്ലെങ്കിലും പ്രശ്നം, മക്കളുണ്ടെങ്കിൽ പ്രശ്നം, മക്കളില്ലെങ്കിൽ പ്രശ്നം. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമുള്ള പ്രിയപ്പെട്ടവർ ഇതിന്ന്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മളകന്നു പോയി. നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് പോലുള്ള ഒരു ഉടമസ്ഥാവകാശം നമ്മളെ. വിശുദ്ധി എന്നതാണെന്ന് നമുക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എന്താണ് ഹൃദയവിശുദ്ധി? എന്താണ് വിശുദ്ധി? എന്താണാവോ ആ വിശുദ്ധി? ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്ത് ഹൃദയവിശുദ്ധി? എന്താണിത് വിശുദ്ധി? വല്ല ബോധമുണ്ട് അതിനെപ്പറ്റി? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, യേശു ക്രിസ്തു പറയണം ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം. പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു ആത്മാവും ഇല്ലാത്ത ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്.
ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. വലിയ തിയോളജി ഒന്നുമില്ല പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ നമ്മൾ ആലോചിച്ച് പറയുന്നൊന്നുമല്ല. ഇപ്പോൾ സംസാരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഉള്ളിൽ നിന്ന് കേൾക്കാൻ ഇതിങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മറ്റൊരു ആത്മാവിൻ്റെയും ഉടമസ്ഥാവകാശമില്ലാത്ത ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മാത്രം ആത്മാവുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൻ്റെ ആത്മാവ്. ലോകത്തിൻ്റെ ആത്മാവാണ് എന്താണ്? അതാണ് ഈ പൊൻചഷകം. പൊൻചഷകത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? എല്ലാ പഴത്തിൻ്റെയും ചാറുണ്ട്, എല്ലാ പഴത്തിൻ്റെയും രുചിയുണ്ട്. ഏതായിരുന്നു ആ പഴം? പർദീസായിൽ ആദവും ഹവ്വയും ചെയ്ത പഴം മുതൽ ആ പഴത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അപ്പോൾ ഞാൻ തൊട്ട് സംസാരിക്കും, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ആഴങ്ങളിലേക്കൊന്നും പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏത് വിഷയത്തെ തൊടുന്നോ ആ വിഷയത്തിൻ്റെ ആഴങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ തൊട്ട് സംസാരിക്കാൻ പറയും. എവിടെ ഏത് പഴം തിന്നരുത് കർത്താവ് പറഞ്ഞോ ആ പഴം തിന്നാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ വിവിധ പഴങ്ങളുടെ ചാറുകളും പഴങ്ങളും അതിൻ്റെ ആസ്വാദ്യതയും മനുഷ്യൻ ആസ്വദിച്ച് ഈ കാലഘട്ടം 2025 മാർച്ച് മാസം ആ കാലഘട്ടം ഈ സമയത്ത് വന്നപ്പോഴത്തേനും മനുഷ്യൻ്റെ ആസ്വാദ്യത, പഴത്തെക്കുറിച്ചുള്ള ആസ്വാദ്യത 10 മടങ്ങായിട്ട് 1000കണക്കിന് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ പഴത്തിൻ്റെ മോഡലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത വിധമുള്ള പഴത്തിൻ്റെ മോഡലുകളാണ്. ഇനി അതിൻ്റെ വലിയ ഭീകരമായ മോഡലുകൾ വരുന്നുണ്ട് വേറെ. അതിനു മുമ്പ് കർത്താവ് ഈ ലോകത്തെ അങ്ങ് വിളിക്കുന്ന നല്ലതെന്ന് ഞാൻ ചിന്തിച്ചു പോവാണ് പ്രിയപ്പെട്ട. അത്ര ഭയാനകമായ, അത്ര കണ്ണുകൊണ്ട് കാണാനോ കേൾക്കാനോ വയ്യാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ലോകം എത്തിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, മനുഷ്യ മക്കളിൽ നിന്ന് അവൻ്റെ ഹൃദയ സമാധാനം പോയി മറഞ്ഞു എന്ന് പറഞ്ഞാൽ തീർന്നുപോയി. ഇനിയൊരു ഹൃദയ സമാധാനം, ഹൃദയ സന്തോഷം, ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിലാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ഹൃദയത്തിൽ വിശുദ്ധി. ഞാൻ ഈ ലോകത്തിലെ ഒരു ജഡത്തിൻ്റെയും ജഡവ്യാപാരങ്ങളുടെയും ജഡ ആസക്തിയുടെയും പുറകെ പോകുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ശാന്തമാണ്, വലിയ ശാന്തതയാണ്, എനിക്കൊരു സ്വസ്ഥതയാണ്, എനിക്ക് സമാധാനമുണ്ട്. എൻ്റെ ഹൃദയം വളരെ ശാന്തമാണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല. പുറത്തെ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് കാണുമ്പോൾ ദുഃഖവും വേദനയും നമുക്ക് തോന്നും. കാരണം മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾക്ക് പങ്കാളികളാവും. നമ്മൾ ചിന്തിക്കും, ദൈവമേ അവൻ ആ അനർത്ഥം വന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എൻ്റെ ഹൃദയം ശാന്തമാണ്. കാരണം ഞാനൊരു അശുദ്ധിയും പോകുന്നില്ല. മറ്റൊരു ആത്മാവും ഇല്ലാത്ത ഒരാത്മാവാണ് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ വചനം നിങ്ങൾ മനസ്സിൽ ഓർത്തുക്കണം, അതിൻ്റെ ഘടന നിങ്ങൾ ഓർത്തുക്കണം. മറ്റു ദുരാത്മാക്കളൊന്നും എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ആശയങ്ങളുടെ, വസ്ത്ര സംവിധാനത്തിൻ്റെ, കാഴ്ചപ്പാടുകളുടെ, പഴങ്ങളുടെ, ഇസങ്ങളുടെ, ധനാഢ്യതയുടെ, സ്ഥാനമാനങ്ങളുടെ ഒന്നും ആത്മാവ് എന്നിലില്ല. എന്നിലുള്ള ആകപ്പാടെ ഒരേ ഒരു ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ത്? വചനം, ദൈവവചനത്തിൻ്റെ ആത്മാവാണ് ആ വചനം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്ന ഭാഗം വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്ലാസ്സോട് ചേർത്ത് ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെയാണ്, അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു ആത്മാക്കൾ, അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളെയും സങ്കേതവും. കേട്ടോ, അവിടെ കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ അർത്ഥം കണ്ടോ? എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതമായി മാറി എൻ്റെ ആത്മാവ്. ഈ ലോകത്തിലെ എന്തെല്ലാം ജഡസുഖം, എന്തെല്ലാം കാഴ്ചപ്പാടുകൾ, എന്തെല്ലാം പാട്ടുകൾ, എന്തെല്ലാം സംവിധാനങ്ങൾ എനിക്ക് സുഖവും രസവും തരുന്ന എല്ലാം ഞാൻ കാണുന്നു. അത് ടി വിയിലാണെങ്കിൽ അങ്ങനെ, ലാപ്ടോപ്പിലാണെങ്കിൽ അങ്ങനെ, എവിടെ എന്തെല്ലാം മീഡിയയിൽ കൂടെ കാണാൻ പറ്റുമോ, ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ, ഇതെല്ലാം ഞാൻ കാണുന്നു, ആസ്വദിക്കുക. അതിന് പണവും മുടക്കുന്നു. ഇൻ്റർനെറ്റ് ഇട്ടാലല്ലേ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പണവും കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, അവൾ പിശാചികളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം രണ്ടാമത്തെ ജ്യൂസ് പോലെ, എൻ്റെ മനസ്സ് രണ്ടാമത്തെ ജ്യൂസ് പോലെ, എൻ്റെ ആത്മാവ് രണ്ടാമത്തെ ജ്യൂസ് പോലെ, കത്തോലിക്ക സഭയുടെ ആത്മാവ് രണ്ടാമത്തെ ജ്യൂസ് പോലെ, കത്തോലിക്ക ക്രിസ്ത്യാനികളുടെ ആത്മാവ് രണ്ടാമത്തെ ജ്യൂസ് പോലെ, ആഗോള തിരുസഭയുടെ ആത്മാവ് രണ്ടാമത്തെ ജ്യൂസ് പോലെ, എൻ്റെ കുടുംബവും എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം രണ്ടാമത്തെ ജ്യൂസ് പോലെ. അപ്പോൾ എൻ്റെ ഹൃദയ സമാധാനം എന്നേക്കുമായിട്ട് പോയി മറഞ്ഞു, എനിക്ക് സ്വസ്ഥതയോ സമാധാനവുമില്ല. അപ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യ മക്കളുടെ സന്തോഷം
സന്തോഷം, സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ വേദനയിൽ പങ്കുചേരാനുള്ള താല്പര്യം, എന്നിൽ നിന്ന് എന്നേക്കോട്ട് പോയി എൻ്റെ ദൈവിക ചൈതന്യം എന്നേക്കുമായി നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലേക്ക് ലോകമെത്തിയപ്പോൾ ഇന്ന് കേരളത്തിലെ വാർത്തകളെടുത്ത് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, എത്രയാ മരണം പ്രിയ സഹോദരങ്ങളെ, എത്ര നിഷ്കരുണമാണ് മനുഷ്യരെ കൊന്നുമാറ്റുന്നത്. വല്ല ദയവോ അലിവോ കനിവോ ഉണ്ടോ? മയക്കമരുന്നിൻ്റെ അടിമത്തത്തിലേക്ക് പോയ സമൂഹം നീതി എവിടെ, സത്യമെവിടെ, സഹനമെവിടെ, സ്നേഹമെവിടെ എന്ന് ചിന്തിക്കാൻ പറ്റാത്തത്. അത് സഭയ്ക്കുള്ളിലും പുറത്തും എല്ലാം ഇത് നമ്മൾ കാണുമ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യ മക്കളിൽ നിന്ന് സമാധാനം പോയി മറഞ്ഞു, ഇനി ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് അർത്ഥം. പോയി മറഞ്ഞു എന്ന് പറഞ്ഞാൽ പോയി അങ്ങ് തീർന്നു. ഒരു വലിയ കല്ല് പർവ്വതത്തിന് മുകളിൽ ഉരുണ്ട് താഴെ തോട്ടിൽ വീണു, അടിച്ച് പൊട്ടിച്ചതറിപ്പോയി. പിന്നെ ആ കല്ലിനെ കാണാൻ പോലില്ല. അത് പോയി മറഞ്ഞു, ആ കല്ല് പോയി മറഞ്ഞു. പിന്നെ ആ കല്ലിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹൃദയ സമാധാനം, ഹൃദയവിശുദ്ധി, പരിശുദ്ധാത്മാവ്, വിശുദ്ധിയുടെ അളവ് എന്നേക്കുമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഇത് കുറഞ്ഞല്ല വരുന്നത്, കൂടി വരും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, അത് പിന്നീട് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ സംഭവിച്ചാൽ ഇതൊരു വലിയ യുഗാന്ത്യ ലക്ഷണമാണ്. ലോകാവസാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ വിശുദ്ധിയുടെ നഷ്ടപ്പെടലാണ്, വിശ്വാസത്യാഗമാണ്. വിശ്വാസവും വിശുദ്ധിയും തേങ്ങ കൊപ്ര എണ്ണ എന്നതുപോലെ വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം. വിശ്വാസം വിശുദ്ധിയിലേക്കും വിശുദ്ധി രൂപാന്തരീകരണം ഫലം ചൂടുന്ന, പരിശുദ്ധാത്മ ഫലം ചൂടുന്ന അവസ്ഥയിലേക്കും മാറ്റപ്പെടേണ്ട കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളുടെ ദമ്പതികളും ഇപ്പോൾ ഒരു ഫലവുമില്ലാതെ ഫലശൂന്യമായ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് ഇതിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഗ്രഹിച്ചേ പറ്റൂ, അല്ലാതെ ശരിയാവില്ല. വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു. വിത്ത് കട്ടകൾക്കിടയിൽ അമർന്നു പോകുന്ന പോലെ, വിത്ത് നശിച്ചു പോകുന്ന പോലെ വിശ്വാസവും വിശുദ്ധിയും നശിച്ചു പോകുന്നു. സംഭരണശാലകളും പത്തായങ്ങളും ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഭക്ഷ്യക്ഷാമം, ഒരു ഭക്ഷണശാലകളിലും ഭക്ഷണമില്ലാത്ത അവസ്ഥ. അതായത് സംഭരണശാലകൾ, അതിൻ്റെ പത്തായങ്ങൾ സൂക്ഷിച്ച് ഒരു സ്ഥലത്തും ഭക്ഷണമില്ലാതിരിക്കുന്നു, പത്തായങ്ങൾ ശൂന്യമായിരിക്കുന്നു, ധാന്യമില്ലാതായിരിക്കുന്നു, മൃഗങ്ങൾ ഞരകുന്നു, മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലികൾ വലയുന്നു, ആട്ടിൻപറ്റകൾ നശിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. വിജനപ്രദേശങ്ങളിലെ പുഷ്പങ്ങളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു, വയലിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു, വനാന്തരങ്ങളിലെ അരുവികൾ വറ്റിപ്പോകുന്നു, പുൽപ്പുറങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടുത്തെ നോക്കിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഈ വായിച്ചത്രയും ഭാഗം ഇനി ഒരു വർഷം മുന്നോട്ട് കയറുമ്പോൾ, അല്ലെങ്കിൽ 1.5 വർഷം മുന്നോട്ട് കയറുമ്പോൾ ഉള്ള അവസ്ഥയാണ്. അതായത് ആഗോള യുദ്ധത്തിൻ്റെ തുടക്കത്തിന് ശേഷം ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു, പുല്ലുകൾ കരിഞ്ഞു പോകുന്നു, വൃക്ഷങ്ങൾ കരിഞ്ഞു പോകുന്നു, വെള്ളം പറ്റിപ്പോകുന്നു, ഭക്ഷണശാല ഇല്ലാതാവുന്നു. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വചനമാണ്. അപ്പോൾ കർത്താവ് അതിനുശേഷം ഒന്നുകൂടെ പറയണ, ജോയൽ പുസ്തകം 2-ാം അധ്യായം കർത്താവ് എന്താ പറയുന്നത് നോക്കണം. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു, അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്. അന്ധകാരത്തിൻ്റെയും മനത്തകർച്ച. നമുക്കറിയാം, ജോലി ഉണ്ടായിരുന്ന ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? മാനസിക അസ്വാസ്ഥ്യം കയറും, മനസ്സിൻ്റെ സമാധാനം മുഴുവൻ തകർന്നു, മനസ്സിൻ്റെ സമാധാനം തകർന്നുപോയി, ഒരു സ്വസ്ഥയും സമാധാനം. സമ്പത്തുണ്ടായിരുന്ന ഒരു സമ്പത്ത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെ പെട്ടെന്നൊരു ജപ്തി വന്നു, അല്ലെ പെട്ടെന്ന് വലിയൊരു രോഗം വന്നു, എല്ലാ പൈസയും ഇറങ്ങിപ്പോയി. അപ്പോൾ അവന് കുടുംബസമാധാനം നഷ്ടപ്പെട്ടു. അന്ധകാരത്തിൻ്റെ മനത്തകർച്ച, മാനസിക തകർച്ച, മാനസിക പിരിമുറുക്കം ഭയങ്കരമായിട്ട് വരുന്ന കാലഘട്ടമാണ്. അന്ധകാരത്തിൻ്റെ മനത്തകർച്ച ദിനമാണ്. കാർമേഘങ്ങളുടെയും കൂരിട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപമറ്റ ഒരു ജനതയെ അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ഇവിടെ കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത് അത്യാസന്നമായി വരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയാൻ വന്നത്. കാരണം ഇത് നമുക്ക് ഈ കാലഘട്ടങ്ങളെ കുറിച്ചും ഈ പശ്ചാത്തലത്തെക്കുറിച്ചും ദൈവജനത്തിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിങ്ങ് എത്തി എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല, അത് ആർക്കും വെളിപ്പെട്ട് കിട്ടുന്നുമില്ല, ആർക്കും ഗ്രഹിക്കാനോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ പറ്റുന്നില്ല. കാരണം ഇത് അറിയാവുന്ന ചില വ്യക്തികളൊക്കെ ലോകത്തുണ്ടാവുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ദൈവവചനത്തിൽ ഇത്തരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കേൾക്കാനിടയായാൽ അതെന്താണ് പറഞ്ഞതെന്നൊന്ന് ഗ്രഹിക്കാൻ അല്പസമയം നമ്മൾ മെനക്കെടണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയവും സാഹചര്യവും പശ്ചാത്തലം ഒന്ന് മാറ്റി വെക്കണം. ചിലപ്പോൾ 10,000, 2,000, 10,000, 3,000 രൂപ ഇത്തരം ക്ലാസ്സുകൾക്കോ ആരാധനയ്ക്കോ എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വന്ന് കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ട ഒരു പശ്ചാത്തലം കൂടി ഇതിനകത്തുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഇത് അത്യാവശ്യമായി പെട്ടെന്ന് ലോകം നിശ്ചലമായാൽ
ഇതൊന്നും ആർക്കും പോകാനോ വരാനോ കേൾക്കാനോ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ലോകം ഒരു ആഗോള ഭീകര യുദ്ധത്തിലേക്ക് എടുത്തു ചാടാം. അപ്പോൾ എല്ലാം നിശ്ചലമാവും. ആ ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം മിസൈൽഡ് സംവിധാനങ്ങളാണ്. 1000 മിസൈലുകളെ എങ്ങോട്ടെങ്കിലും ഞെക്കിയാൽ പോകാവുന്ന രീതിയിൽ അത് പോയി വീഴുന്ന സ്ഥലമെല്ലാം അഗ്നിഗോളമായിട്ട് മാറാനുള്ള സംവിധാനം ഇന്ന് ലോകത്തിൽ നിർമ്മിക്കപ്പെട്ട് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. എന്നാൽ ഒരു 500 വർഷം മുമ്പ് ഈ വചനം വ്യാഖ്യാനിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു 500 വർഷം വായിക്കുന്നെങ്കിൽ ആ വചനം വ്യാഖ്യാനിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന മെത്രാനോ മാർപ്പാപ്പ ആരുമായിക്കോട്ടെ, അന്ന് ആണവ ബോംബുകളോ ആ സംവിധാനങ്ങളോ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ വന്നേക്കാം. അതെന്താണ് നമുക്കറിയത്തില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ വലിയ ദുരന്തങ്ങളൊക്കെ വരും എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തെളിവുണ്ട്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം പറയുന്നത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്താണ്? ഇത് ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക്കാണ്. ശാസ്ത്രീയമായ സയൻസ്പരമായ സത്യങ്ങളാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും ശരീരവും ഒന്നാമത്തെ ജ്യൂസാണോ രണ്ടാമത്തെ ജ്യൂസാണോ നമ്മൾ പഠിച്ചോണം. കാരണം ഏതു നിമിഷം എന്തു സംഭവിച്ചാൽ പിന്നീട് ഒരു വിശദീകരണ പ്രക്രിയ നമ്മൾക്ക് അസാധ്യമായ രീതിയിലായിരിക്കും ലോകത്തിൻ്റെ പോക്ക്. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ്, കിട്ടുന്ന സമയം, കിട്ടുന്ന ആ നിമിഷങ്ങൾ വിശദീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം, ഉപയോഗിക്കണം. അതിൻ്റെ സാഹചര്യം പശ്ചാത്തലത്തെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് വില കൊടുത്തും ധ്യാനങ്ങൾക്കും ക്ലാസ്സുകൾക്കും ആരാധനകൾക്കും കുംഭസാരത്തിനും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കുമായി നമ്മൾ പോവുകയും വരികയും കാണുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് അത്രമാത്രം ഈ സംഭവങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കാലഘട്ടം എത്തി എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുള്ള പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ ജീവനുള്ളതാക്കി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എന്നെ ബുദ്ധിയും ശക്തിയുമുള്ളവനാക്കി മാറ്റട്ടെ. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും, മനത്തകർച്ചയിൽ നിന്നും, രോഗങ്ങൾ, ആകുലതയിൽ നിന്നും, പീഡകളിൽ നിന്നും, വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.